ഇപ്പോൾ കോഴിക്കോട് നിന്ന് സിയാദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിയാദിനോടൊപ്പം എളമരം കരീം കൂടിയുണ്ട്. നമ്മുടെ കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സജീവ പ്രചരണ തിരക്കിലാണ് രാവിലെ. അതിനിടയിലാണ് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത്. സിയാദ്, ഗുഡ് മോർണിംഗ്. രാവിലെ എളമരം കരീമിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് സിയാദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ? ഇന്നത്തെ പ്ലാൻ എന്താണ്? മനു, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ്. സാമൂതിരി രാജാവിൻ്റെ കുടുംബത്തിൽ രാവിലത്തെ വോട്ട് സന്ദർശനത്തിലാണ് എളമരം കരീം MP ഉള്ളത്. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ചായ കുടിക്കുന്ന തിരക്കിലാണ്. പ്രചരണത്തിന് മുമ്പായി വൈകിട്ടായിട്ട് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. കോഴിക്കോട് മണ്ഡലത്തിലെ പ്രചരണം 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ക്യാമ്പയിൻ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇന്ന് കോഴിക്കോട് കോട്ടൺ മിൽസിൽ തൊഴിലാളികളോടൊപ്പം ഒരു സന്ദർശനം കൂടിയുണ്ട്. ഇന്ന് എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ? എങ്ങനെയായിരിക്കും 2ാം ദിവസത്തിലേക്ക് കടക്കുന്നത്? ഞങ്ങളിപ്പോൾ ഉള്ളത് കൃഷ്ണമണിരാജയുടെ വീട്ടിലാണ്. എൻ്റെ വളരെ കാലത്തെ സുഹൃത്താണ് അദ്ദേഹം. മാവൂർ ഗോളിയോ റൈൻസിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കുറേ കാലം. അപ്പോൾ വന്നപ്പോൾ തന്നെ ആ ഓർമ്മകളാണ് ആദ്യം ഞങ്ങൾ ഓർത്തത്. ഇന്നിപ്പോൾ ചാലപ്പുറം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ അപൂർവം ചില ആളുകളെ, വ്യക്തികളെ നേരിട്ട് കാണാനാണ് ഞങ്ങളുടെ പരിപാടി. പൊതു പ്രചരണ പരിപാടിയല്ല, വ്യക്തിപരമായി ഓരോരുത്തരെ കാണുക, കോട്ടൺ മില്ലിലെ തൊഴിലാളികളെ കാണുക, സ്റ്റാർ ടൈൽ വർക്സിലെ തൊഴിലാളികളുമായി കാണുക, ഇങ്ങനെയുള്ള ചില പരിപാടികളാണ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ള മണ്ഡലത്തിലെ പ്രധാന മാനിഫെസ്റ്റോ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന എന്തായിരിക്കും വികസനത്തിൻ്റെ മാനിഫെസ്റ്റോ എങ്ങനെയായിരിക്കും എന്നാണ്? വികസനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയും അടുത്ത കാലത്തൊന്നും കോഴിക്കോട് വന്നിട്ടില്ല. എയിംസ് നമുക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു 2012 മൻമോഹൻ സിംഗ്. പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. കോഴിക്കോട്ടാണ് സ്ഥാപിക്കേണ്ടതെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. കിനാലൂർ വ്യവസായ എസ്റ്റേറ്റിലെ 200 ഏക്കർ ഭൂമി അതിനുവേണ്ടി മാറ്റിവെച്ചു. കുറച്ചുകൂടി സ്ഥലം വേണം, അത് പുതുതായി അക്വയർ ചെയ്തു. എന്നിട്ടും നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഗണനയും തന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് റെയിൽവേ വികസനം. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ പ്രശ്നം. മലപ്പുറം ജില്ലയിലാണെങ്കിൽ പോലും കോഴിക്കോടിൻ്റേതാണ് വിമാനത്താവളം. വളരെ അവഗണന നേരിടുന്ന ഒരു വിമാനത്താവളമാണ്. വൈഡ് ബോഡി എയർലൈൻസ് വരുന്നില്ല. ഗൾഫ് റീജിയനിലേക്ക് പോകുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാ കൂലിയിൽ വലിയ വർധനവ് വരുത്തി. സൗകര്യപ്രദമായ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും ഇപ്പില്ല. ഇത്രയും വലിയ അവഗണന കോഴിക്കോടിനോട് കാണിക്കേണ്ട കാര്യമില്ല. കോഴിക്കോട് പഴയ മലബാറിൻ്റെ തലസ്ഥാനമാണ്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എന്നിട്ട് പോലും കേന്ദ്ര അവഗണന തുടരുകയാണ്. ഒരു കേന്ദ്ര വ്യവസായ പദ്ധതിയും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പൊതുമേഖലയിൽ യാതൊന്നും കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ സൃഷ്ടിക്കുന്ന യാതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കോഴിക്കോട് ഒരു വലിയ വാണിജ്യ നഗരമാണ്. ആ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് കോഴിക്കോട്ടെ വാണിജ്യ മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചില്ല. ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ ഷോപ്പുകാർ ഒരു വലിയ പരാതിയുമായിട്ട് കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നത്. കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് ഇറക്കിയ ഒരു ഉത്തരവ്, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ക്രെഡിറ്റിന് സാധനം എടുത്താൽ 45 ദിവസത്തിനുള്ളിൽ മുഴുവൻ ക്രെഡിറ്റും തീർക്കുന്നില്ലെങ്കിൽ ബാക്കി തുകയ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു കച്ചവടം ചെയ്യാൻ അവർക്ക് കഴിയില്ല. ബോംബെ, ഗുജറാത്ത് പോലുള്ള പ്രദേശത്തു നിന്നാണ് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ വരുന്നത്. അത് ഒരു 6 മാസം 7 മാസമൊക്കെ കഴിയാതെ അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈ ഇടപാട് വർഷങ്ങളായി തുടരുന്നതാണ്. അതിൽ കേന്ദ്രം ഇങ്ങനെ ഇടപെടൽ നടത്തേണ്ട കാര്യമില്ല. അവർ മനസ്സിലാക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും റിലയൻസ് പോലെ, ട്രെൻഡ്സ് പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെറുകിട കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത്. അവർ വന്ന നിവേദനം ഞാൻ കേന്ദ്രമന്ത്രിക്ക് ഒരു കവറിംഗ് ലെറ്റർ വെച്ച് കൊടുത്തു. അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് ഫുഡ്വെയർ വ്യവസായം. കോഴിക്കോട് ജില്ലയിൽ വളരെയേറെ വികസിച്ച ഒരു സംരംഭമാണ് ഫുഡ്വെയർ. ഫുഡ്വെയറിൻ്റെ കാര്യത്തിലും ചെറുകിടക്കാർ വലിയ തോതിൽ ദ്രോഹിക്കപ്പെടുകയാണ്. അവരുടെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിൽ വന്നിരുന്നു. ഞങ്ങൾ അവരെല്ലാം കൂട്ടി പീയൂഷ് ഗോയലിനെ കണ്ടു, കേന്ദ്രമന്ത്രിമാരെ കണ്ടു. അവിടെയും വൻകിടക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നത്. ചെറുകിട ഉൽപ്പാദകരെ ദ്രോഹിക്കുന്ന നിലപാടാണ്. ഫുഡ്വെയർ ഇൻഡസ്ട്രി തകർന്നാൽ ആയിരക്കണക്കായ തൊഴിലാളികളുടെ ജോലി അപകടത്തിലാവും.
ഇത്തരം പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടതാണ്, ശക്തമായി നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന പൊതുവായ അവഗണനയുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം പാർലമെൻറ്റ് മെമ്പർമാർ കൈകാര്യം ചെയ്യേണ്ട, ഇടപെടേണ്ട വിഷയങ്ങളാണ്. ഈ രണ്ടും നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു മലബാറിൻ്റെ വികസന സെമിനാറിൽ നമ്മൾ ജനകീയ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വിഷയമാണ്. മലബാറിലും കോഴിക്കോട് പ്രധാനമായുള്ള രണ്ട് പ്രശ്നങ്ങൾ കൂടിയാണ്. അതായത് റെയിൽവേ ഗതാഗതം, മലബാറിലൂടെയുള്ള റെയിൽവേ യാത്ര വളരെ കാലമായി അവഗണന നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കാറുണ്ട്. എങ്ങനെയായിരിക്കും നമ്മൾ ജയിച്ചു കഴിഞ്ഞ് പാർലമെൻറ്റിലെത്തിയാൽ ഇതിനൊക്കെയുള്ള കരീം കെയുടെ ഇത് ആശയങ്ങൾ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോഴിക്കോട് മെട്രോ റെയിൽ ആരംഭിക്കാൻ സംസ്ഥാന മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മീറ്റിംഗൊക്കെ അവിടെ ചേർന്ന് ലൈറ്റ് മെട്രോ അല്ല, മെട്രോ തന്നെ ആവാം എന്ന നിലയിലാണ് ആ ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു വന്നത്. അത് വരികയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ഗതാഗത പ്രശ്നത്തിന് വലിയ പരിഹാരമാവും. ദിവസേന യാത്ര ചെയ്ത ആളുകൾക്ക് അത് വലിയ ആശ്വാസവും. മെഡിക്കൽ കോളേജ് മുതൽ മീഞ്ചന്ത വരെയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ മെട്രോ റെയിൽ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ റെയിൽവേ സാധാരണ പാസഞ്ചേഴ്സിന് ഇപ്പോൾ സൗകര്യങ്ങൾ തീരെയില്ല. അവർക്ക് യാത്ര ചെയ്യാനുള്ള തീവണ്ടികളില്ല. കേരളത്തിൽ ഡെയിലി സർവീസ് നടത്തുന്ന എക്സ്പ്രസ് വണ്ടികൾ പഴകി ദ്രവിച്ച കോച്ചുകളാണ് അതിനനുവദിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം റെയിൽവേക്ക് നേടിക്കൊടുക്കുന്നത്. എന്നിട്ട് പോലും നല്ല ട്രെയിനുകൾ കേരളത്തിലേക്ക് അനുവദിക്കണമെന്ന് റെയിൽവേക്ക് യാതൊരു ധാരണയുമില്ല. എത്രയോ തവണ ഞങ്ങൾ ചർച്ചകളിലൊക്കെ ആവശ്യപ്പെട്ടതാണ്. കേരളയിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ്. അത് പല കാരണങ്ങളാൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്നില്ല. ഒരു പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അനുമതി തരാത്ത ഒരവസ്ഥയാണ്. അതിനെതിരായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർലമെൻറ്റിൽ അതിശക്തമായി ശബ്ദിക്കും, ശക്തമായി ഇടപെടും. കേരളത്തിന്, കോഴിക്കോടിന് അവകാശപ്പെട്ട വികസന പദ്ധതികൾ നേടിയെടുക്കാൻ പരമാവധി ശ്രമം നടത്തും. മനു, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കോഴിക്കോട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉചിതമായ ഇത് വികസനത്തിൽ ബദൽ സൃഷ്ടിക്കുമെന്നാണ് കരീം കെ നമ്മളോടൊപ്പം പറഞ്ഞത്. ഇപ്പോൾ കരീം കെയോടൊപ്പമുള്ള പഴയകാല ഓർമ്മകൾ സാമുദ്രി കുടുംബം അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കരീം കെയോടൊപ്പമുള്ള പഴയകാല ഓർമ്മകൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് മുന്നിട്ടിറങ്ങിയാണ്. എപ്പോൾ അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. കാരണം കരീമിനെ ഞാൻ അറിയുന്നത് 68-69 മുതലാണ്. ഇന്നത്തെ MP ആയിട്ടൊന്നല്ല. ഞങ്ങൾ രണ്ടുപേരും മാവൂർ ഗോളിയറൻസിൽ ഉണ്ടായിരുന്നവരാണ്. ഞാൻ ഗോളിയറൻസ് ജോലി ചെയ്യുന്നു, ഇദ്ദേഹം ഗോളിയറൻസിലുണ്ടായിരുന്നു. അദ്ദേഹം കോൺട്രാക്ട് വർക്കേഴ്സിനെ സംഘടിപ്പിച്ച് തൊഴിലാളി യൂണിയൻ്റെ നേതാവായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആ കാലങ്ങളിൽ ഞങ്ങളൊക്കെ ബസ്സിലാണ് പോവുക. ഇന്നത്തെ മാതിരി കാറും സ്കൂട്ടറൊക്കെ മാത്രം പോകും. ഒരുമിച്ച് ഒരേ ബസ്സിൽ കുറേ കാലം പോയി ജോലി ചെയ്ത ആൾക്കാരാണ്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് MLA ആയി, അത് കഴിഞ്ഞ് മിനിസ്റ്ററായി, അത് കഴിഞ്ഞ് രാജ്യസഭ MP ആയി. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വളർച്ച കൂടുതൽ പുറത്തുനിന്ന് നോക്കിക്കണ്ടതാണ്. കാണുമ്പോൾ സന്തോഷം പങ്കുവയ്ക്കും. കൂടുതൽ സംസാരിക്കാൻ കിട്ടാറില്ല, കാരണം വൈകുന്നേരം ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ ഫാദറിനുള്ള സാമൂഹ്യ രാജാവ് സമയത്ത് അദ്ദേഹം ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിരുന്നു. അത് എനിക്ക് തോന്നുന്നു EK നായനാർ മന്ത്രിസഭയിലായിരുന്നു, VS അച്യുതാനന്ദൻ മന്ത്രിസഭ കാലത്ത്. അന്ന് ഒരു ദിവസം വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് വന്നു. കാരണം എൻ്റെ ഫാദറിലോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദേശമംഗലം പഴയ നമ്പൂതിരി ഫാമിലി, അവരാണ് അന്നത്തെ കാലത്ത് തിരുവന്നൂർ മലബാർ സ്പിന്നിങ് ആൻഡ് വീവിങ് മിൽ തുടങ്ങിയത്. അതിൻ്റെ ഉടമസ്ഥരാണ്. അത് ഓർമ്മ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ഫുൾ ടൈം ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കിട്ടിയൊരു വലിയ ബഹുമതിയാണ്. അത് ആലോചിച്ച് ചെയ്യാൻ അത്രയധികം ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെന്ത് പറയാനാ. ഒരു വ്യവസായ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് കണ്ടറിഞ്ഞ് ചെയ്തു. നമ്മളുടെ ബന്ധം എപ്പോഴും ഉണ്ട്, കാണും. ഇന്നും ഞാൻ പറയുകയാണെങ്കിൽ ആ സഹപ്രവർത്തകരാണ്. ഒരു MP ഒക്കെ കൂടുതൽ ഞാൻ എന്നും സന്തോഷിക്കുന്നത് കാണുമ്പോൾ വർത്തമാനം പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഈ നമ്മുടെ ഓൾറെഡി മെമ്പർ ഓഫ് പാർലമെൻറ്റ് രാജ്യസഭാംഗമാണ്, പക്ഷെ അതിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനു ഇപ്പോൾ പറഞ്ഞ പോലെ തൊഴിലാളികളുടെ പൾസറിയുന്ന ഒരു നേതാവിനെയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി LDF മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ക്കും വിജയാശംസകൾ നേരുകയാണ് കോഴിക്കോട് രാജകുടുംബാംഗമായുള്ളവർ. ഈ കൂടുതലായിട്ടുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ആവശ്യകരമായ പ്രവചനം, നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത്. മനു, ശരി.
സിയാദാണ് എളമരം കരീമിനോടൊപ്പം നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചത്. പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കി ആളുകളെയൊക്കെ കണ്ടിങ്ങനെ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. അന്ന് തൊഴിലാളികളുടെ ഇടയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. നമുക്കറിയാം എളമരം കരീം എപ്പോഴും തൊഴിലാളികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. തൊഴിലാളി പ്രശ്നങ്ങൾ എപ്പോഴും ഏറ്റെടുത്ത് മുൻനിരയിലുണ്ടാകുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഇടയിലേക്ക് എളമരം കരീം വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. ഇന്നിപ്പോൾ എല്ലാ ഫാക്ടറികളിലൊക്കെ പോയി അവിടെയുള്ള ആളുകളെയൊക്കെ സന്ദർശിച്ച് വോട്ട് തേടുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു പ്രചരണ രീതിയാണ് ഇന്ന് എളമരം കരീം ഇന്നത്തെ ദിവസത്തെ അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആ വിവരങ്ങളാണ് സിയാദ് നമുക്ക് നൽകിയത്.